Hello everyone, welcome to Disha Academy. നമ്മുടെ എസ് ബി ഐ ക്ലർക്കിന്റെയും എസ് ബി ഐ പിഒയുടെയും എക്സാം ആണ് ഇനി വരാൻ പോണ രണ്ട് മെയിൻ ആയിട്ടുള്ള എക്സാം. അപ്പൊ ഈ എസ് ബി ഐ ക്ലർക്കിന്റെ എസ് ബി ഐ പിഒയുടെ എക്സാമിന്റെ ഒരു ടൈം നോട്ടിഫിക്കേഷൻ വന്നു. ഇനി വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഒരുപാട് ബാങ്ക് എക്സാംസ് എഴുതിയവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് അവസരമാണ്. കാരണം എസ് ബി ഐയുടെ എക്സാം വരാൻ കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കുറച്ച് മന്ത് മുന്നേ വരേണ്ട ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് 2025 നന്നായിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡേറ്റുകളെ പറ്റി ആദ്യം ഒന്ന് പറയാം. എസ് ബി ക്ലർക്കിന്റെ പ്രിലിംസിന്റെ എക്സാം നമുക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പൊ നമുക്കിപ്പോ ജനുവരി ആയിട്ടുള്ളൂ. പ്രിലിമിനറി എക്സാം അടുത്ത മാസം ഉണ്ട്. അതുപോലെ മെയിൻസ് എക്സാം മാർച്ചിലുണ്ട്. മാർച്ച് ഏപ്രിൽ ആയിട്ട് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അല്ലെ. പ്രിപ്പയർ ചെയ്ത് ഒരു ലെവൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു ടൈം ഓക്കെ ആണ്. അവർക്കൊരു പ്രാക്ടീസ് സെക്ഷൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാനും മോക്കുകൾ എഴുതാനുമാണ് നിങ്ങൾ ഈ ടൈം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ബാങ്ക് എക്സാംസിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയവർ ഇപ്പൊ ആലോചിക്കും, ഞാൻ എസ് ബി ഐ ക്ലർക്ക് പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ എസ് ബി ഐ പി ഒ പ്രിപ്പയർ ചെയ്യണോ, ഇനി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഒരു മാസമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ 2 മാസമല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള രണ്ട് കാറ്റഗറീസിനും പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ക്ലറിക്കൽ എക്സാമിനേഷൻ വരുന്നത് ജാനുവരി ആണ്, അതും ഫെബ്രുവരി ആണ്. ഫെബ്രുവരി നമുക്കൊരു ലാസ്റ്റ് വീക്കോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫെബ്രുവരിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. മാർച്ച് ഏപ്രിൽ ആണ് മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നേക്കുന്നത്. 7 ജാനുവരി വരെ ഉള്ളായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. സോ ഫെബ്രുവരിയിൽ നമുക്ക് പ്രിലിംസിന്റെ എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഫെബ്രുവരി 2025 പോയി. അപ്പം ഇതേ വർഷം 2024 നോട്ടിഫിക്കേഷൻ വന്നു, 2025 എക്സാം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു എക്സാം ഈ വർഷവും എക്സ്പെക്ട് ചെയ്യാം. 2025 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 26 അടുത്ത വർഷവും ഇതുപോലെ എസ് ബി ഐ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ പ്രിപ്പറേഷൻ ചെയ്ത് IBPS ക്ലർക്കിന്റെ എക്സാം ഒക്കെ എഴുതി, ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എഴുതി, RRB എക്സാംസ് ഒക്കെ എഴുതി, അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതി പ്രിലിംസ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ മെയിൻസ് ഒക്കെ കിട്ടി, ഒരു ലെവൽ എത്തിയ കുട്ടികൾ, അല്ലെങ്കിൽ പ്രിലിംസ് കിട്ടി മെയിൻസ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് അവസരമാണ്. കാരണം ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാം ആണ് എസ് ബി ഐയുടെ. ഏറ്റവും ബെസ്റ്റ് ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ഏറ്റവും പബ്ലിക് സെക്ടർ ബാങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ എസ് ബി ഐ ക്ലർക്കൽ പോസ്റ്റും എസ് ബി പി ഒ പോസ്റ്റും ഉണ്ട്. അതിൽ ഏതാ ബെസ്റ്റ് എന്നുള്ളത് ഡിപ്പെൻസ്. ഓരോ ജോബിന്റെ സാലറിയുടെ ഒക്കെ വെച്ച് നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. അപ്പൊ അതിനകത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എസ് ബി ഐ ക്ലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്, എസ് ബി പി ഒ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സാലറി ബേസ്ഡും നമ്മുടെ പൊസിഷൻ ബേസും ഒക്കെ എസ് ബി ഐ പി ഒ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ജോബിന്റെ എഫേർട്ട് ഒക്കെ നോക്കിയിട്ട് എസ് ബി ഐ ക്ലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. രണ്ടും നല്ല സാലറി ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല സാലറിയാണ്. എസ് ബി പി ഒക്ക് ഇപ്പൊ സാലറി ഇൻക്രീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. എല്ലാം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സാലറി ഹൈക്ക് വന്നേക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അപ്പൊ പഠിക്കാൻ നിങ്ങൾ എന്തൊക്കെ റീസൺസ് കണ്ടെത്തിയാലും ഇതെല്ലാം ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ എസ് ബി ഐ പി ഒ ആണ്, എസ് ബി ഐ ക്ലർക്ക് ആണ്. ഈ എക്സാംസ് ഫെബ്രുവരി. നെക്സ്റ്റ് എസ് ബി ഐ പി ഒയുടെ എക്സാം വരുന്നത് എന്നാണ്? എസ് ബി ഐ പി ഒയുടെ പ്രിലിംസ് എക്സാം വരുന്നത് 8th and 15th മാർച്ച് ആണ് പറഞ്ഞേക്കുന്നത്. 8th and 15th മാർച്ച് ആണ് പറഞ്ഞേക്കുന്നത്. മാർച്ചിൽ എസ് ബി ഐ പി ഒയുടെ എക്സാം ഉണ്ട് അല്ലെ. മാർച്ചിൽ എസ് ബി ഐ പി ഒയുടെ എക്സാം ഉണ്ട്. അപ്പൊ ഈ രണ്ട് മെയിൻ എക്സാംസ് വന്നിരിക്കുവാണ്. ഞാൻ ചോദിക്കുന്നത്, എസ് ബി ഐ ക്ലർക്ക്, എസ് ബി ഐ പി ഒ മെയിൻസ് എക്സാമിനേഷന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങി ഒരുവിധം സെറ്റ് ആയ ഇനി ഒരു പ്രാക്ടീസ് സെക്ഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. അവർ ഈ ഒരു എക്സാം തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത എക്സാമിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ എക്സാം തന്നെ ടാർഗറ്റ് ഇട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ഇയർ എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക വേണ്ട. കാരണം നിങ്ങൾ ഒരു ലെവൽ എത്തി. നിങ്ങളുടെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2024 സ്റ്റാർട്ടിംഗ് തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ 23 സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ആണ്. നിങ്ങൾ കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ നേരെ മോക്ക് ടെസ്റ്റുകളിലോട്ട് പോയിക്കോളാം. ഈ ലാസ്റ്റ് ടൈമിൽ പുതിയ ടോപ്പിക്സിലോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചെടുക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷൻ ഇല്ലാണ്ട് പോയി എക്സാം എഴുതാനും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ചാൻസ് ഒക്കെ ആണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഏജ് ഒക്കെ കഴിയാറായി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പോയി എഴുതുക. കാരണം ടെൻഷൻ എപ്പോഴും നമുക്ക് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എന്തായാലും കൂളായിട്ട് പോയി എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ബാങ്ക് എക്സാമിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത്, എസ് ബി ഐ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അന്ന് ബാങ്ക് എക്സാം എഴുതിയാൽ എന്താ, അല്ലെങ്കിൽ എസ് ബി ഐ പി ഒയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ബാങ്ക് എക്സാം എഴുതിയാൽ എന്താ, ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ്
കുറെ പേര് പറയുന്നു ഇനി ഒരു മാസേ ഉള്ളൂ, നീ എന്തിനാ ഇനി പഠിക്കാൻ പോണേ, എന്തായാലും കിട്ടത്തില്ല, അല്ലെങ്കിൽ 2 months ഉള്ളൂ SBPക്ക്, ഇനി എന്തായാലും പഠിച്ചാൽ കിട്ടില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് നമ്മൾ എപ്പോ പഠിക്കാൻ തുടങ്ങുമ്പോഴും നമുക്ക് ഒരു എക്സാമിനുള്ള ടൈം കുറച്ചാണെങ്കിലും അടുത്തടുത്ത എക്സാമുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതായത് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന SBI ക്ലർക്കിന് വേണ്ടി പഠിക്കുന്നതും SBI POക്ക് വേണ്ടി പഠിക്കുന്നതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 2 months കയറാനായിട്ട് നിങ്ങൾ ഒരു ട്രൈ നടത്തുവാണെങ്കിൽ, നിങ്ങൾ അത്ര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ വരുന്ന എല്ലാ ബാങ്ക് എക്സാംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ SBI ക്ലർക്ക് അല്ലെങ്കിൽ SBI PO ഒരു 2 months നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതിന് കൊടുക്കുന്ന എഫേർട്ട് അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുവാണെങ്കിൽ ഇനി വരാൻ പോണ എക്സാമുകൾക്ക് നല്ല രീതിയിൽ യൂസ് ആവും. കാരണം ഇനി IBPSന്റെ കലണ്ടർ വരാൻ പോവാ. IBPSന്റെ കലണ്ടർ വരുമ്പോൾ ഒരു എന്താ പറയാ ഒരുപാട് വേക്കൻസീസ് ഒക്കെ ആയിട്ട് കുറെ എക്സാം, അതിന്റെ PO ക്ലറിക്കൽ പോസ്റ്റ്, അതുപോലെ റൂറൽ ബാങ്കിന്റെ എക്സാംസ്, നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം വരുന്നത്, മലയാളം ലാംഗ്വേജ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം വരുന്നത്. അപ്പൊ ഈ വരുന്ന എക്സാമുകൾക്കെല്ലാം നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫെബ്രുവരിയിൽ എക്സാം അതെന്തായാലും കിട്ടില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല. അല്ലെങ്കിൽ മാർച്ചിൽ എക്സാം അതെന്തായാലും കിട്ടില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കാതിരിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, മാർക്ക് വെയിറ്റേജ് ഒക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന രീതി. ഇപ്പൊ മാത്സ് നോക്കുമ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചാൽ നല്ലൊരു എമൗണ്ട് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ കിട്ടും, കോഡക്ടിക്കേഷൻ പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ കിട്ടും. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് മാർക്സിൽ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. അതിനെല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ആവും. അപ്പൊ എപ്പോഴും എക്സാംസ് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മാത്രം ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടല്ല എപ്പോഴും എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പും എക്സാംസ് എഴുതണം. അപ്പൊ അതിനുള്ള ഒരു അവസരമായിട്ട് ഈ SBI ക്ലർക്കിന്റെ SBI POയുടെ എക്സാം സെക്കൻഡ് സ്റ്റേജിലുള്ളവർ, അതായത് ബാങ്ക് എക്സാംസിനെ സ്റ്റാർട്ട് ചെയ്യുന്നവരെ, ഇപ്പൊ തൊട്ട് ബാങ്ക് എക്സാം എഴുതിയാലോ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരെ, ബാങ്ക് എക്സാം എഴുതാണെന്നുള്ള തീരുമാനം എടുത്തവർ SBI ക്ലർക്കിനും SBI POക്കും വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് യൂസാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഇത്രയും 2 മാസം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റി, ഇത്രയും നല്ലൊരു എക്സാം ആയിട്ട് പോലും SBI ക്ലർക്ക് SBI PO എക്സാം ആയിട്ട് പോലും നിങ്ങൾക്ക് മാർക്ക് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിച്ചപ്പോൾ തന്നെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് കിട്ടും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. എല്ലാ സബ്ജക്ട്സിൽ നിന്നും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ കട്ട് ഓഫ് അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ, മാർക്കുകൾ കുറച്ച് സ്കോർ ചെയ്യാൻ ഈ ഒരു 2 months പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരികയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കി തരികയും ചെയ്യും. മാത്രമല്ല വരാൻ പോണ IBPS കലണ്ടർ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നാഞ്ഞു പിടിച്ചോളാം. അതിനു വേണ്ടിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ടോപ്പിക് വൈസ് പഠിക്കാം. പിന്നെ എല്ലാത്തിനും ഒറ്റ സിലബസ് ആണ്. അടുത്ത ഒരു ഹൈലൈറ്റ് അതാണ്, എല്ലാത്തിനും ഒറ്റ സിലബസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. പ്രിലിംസിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. എന്നിട്ട് നോക്കി IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ആകുമ്പോൾ ഇംഗ്ലീഷിന്റെ 30 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ അബിലിറ്റി 35 ക്വസ്റ്റ്യൻ, റീസണിങ് 35 ക്വസ്റ്റ്യൻ, അതുപോലെ SBI POയുടെ സെയിം തന്നെ ക്വസ്റ്റ്യൻസിന്റെ നമ്പറിൽ മാത്രമല്ലേ ഉള്ളൂ മാറ്റം. ഇംഗ്ലീഷിന്റെ 40 ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ അബിലിറ്റി 30 ക്വസ്റ്റ്യൻ, റീസണിങ് അബിലിറ്റി 30 ക്വസ്റ്റ്യൻ. അതായത് ഒരു സിലബസിൽ നിന്നാണ്. SBI ക്ലർക്കിന്റെ പ്രിലിംസിന് നിങ്ങൾക്ക് വേറെ പഠിക്കേണ്ട, SBI POയുടെ പ്രിലിംസിന് വേറെ പഠിക്കേണ്ട, അല്ലെ? സെയിം ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. മെയിൻസ് വരുമ്പോഴത്തേക്കും ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്, കുറച്ച് ജനറൽ അവയർനെസ് അത് വേണം. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ വരും. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്ത് മതി? ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ അബിലിറ്റി, റീസണിങ് അബിലിറ്റി. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം സംഭവങ്ങൾ തന്നെ ദെൻ ഒരു ബാങ്കിങ് അവയർനെസ് കൂടെ വേണം. അപ്പം ഏറ്റവും കുറഞ്ഞ സബ്ജക്ട്സ്, ഇപ്പം ബാക്കിയുള്ള എക്സാംസുകളെ പറ്റി പറയുമ്പോഴത്തേക്കും കുറേയധികം GK ഒക്കെ പഠിക്കണം. അപ്പൊ അതിനുള്ള വലിയ എന്താ പറയുക ഹെവി ടോപ്പിക്സ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കാം. ഇംഗ്ലീഷ് വൃത്തിയായിട്ട് പഠിക്കാം, ന്യൂമറിക്കൽ അബിലിറ്റി വൃത്തിയായിട്ട് പഠിക്കാം, റീസണിങ് വൃത്തിയായിട്ട് പഠിക്കാം. ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, മാർക്ക് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോബ്. വലിയ ഒരു സിലബസ് ഏരിയ ഒന്നും നമുക്ക് പഠിക്കാനില്ല ബാങ്ക് എക്സാമിൽ. മാത്സ് തന്നെയാണെങ്കിൽ അഡ്വാൻസ് മാത്സ് ഒന്നുമില്ല, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി അങ്ങനെയുള്ള ഒരു ഐറ്റംസും ഇല്ല. അപ്പം മാത്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി അഡ്വാൻസ് മാത്സ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്കിങ് എക്സാമിന് മാത്സ് കുഴപ്പമില്ല, ഈസിയാണ്. പിന്നെ എക്സാമിന്റെ പാറ്റേൺ, ഇപ്പൊ SSC പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ശ്രദ്ധിക്കുക. മാത്സിന്റെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ SSC റെയിൽവേ കുറച്ചുകൂടി ലോജിക്കൽ ലെവൽ ആണെങ്കിൽ മാത്സ് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആണ് ബാങ്ക് എക്സാംസിന്. എങ്കിലും നമ്മുടെ ലോജിക് ഒക്കെ അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇത്രയാണ് SBI ക്ലർക്ക് SBI PO നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേരും പഠിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ പഠിച്ചോളാം, ഒരു നഷ്ടമില്ല നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.